ഹലോ. ഹലോ. ആ ഒരു മിസ് കോൾ വന്നിരുന്നു. ഇതാരായിരുന്നു? പേര് പറയാമോ? ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരെ വിളിച്ചിരുന്നു. ഹസൻ. ഹസൻ. എന്റെ പേര് പറയാം, അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്റെ പേര് ലിയാഖത്ത് അലി എന്നാണ്. പറഞ്ഞോളൂ. നിങ്ങളും എന്റെ അനിയനും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം ഞാൻ കേട്ടു ഇടയ്ക്ക്. പിന്നെ അതിനുശേഷം അനിയന്റെ അടുത്താണ് ഞാൻ ഫോൺ നമ്പർ മേടിക്കുന്നത്. ആക്ച്വലി നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഞാൻ ദേഷ്യപ്പെട്ട് ചോദിക്കല, ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കാം. അറിഞ്ഞിട്ട് ഏകദേശം അറിഞ്ഞിട്ടാ വിളിക്കണേ. നേരിട്ട് ചോദിക്കുക എന്നുള്ള ഒരു രീതിയാണല്ലോ. താരതമ്യേന ആ കൂട്ടത്തില് കുറച്ച് മാന്യമായിട്ട് അനിയനോട് സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. എന്താണ് ആക്ച്വലി നിങ്ങളുടെ പ്രശ്നം? അല്ല, എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഒരു ഭാഗത്ത് മാന്യത പറയുകയും മറുഭാഗത്ത് വേറൊരു തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിക്ക് നിങ്ങൾ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി ഫണ്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരാളല്ല, നിങ്ങളൊരു കൂട്ടം, ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഏകദേശ ചിത്രം എന്താണ് അവർ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടല്ലോ അല്ലെ? അല്ല, ഉണ്ടല്ലോ. ധാരണ ഉണ്ടെന്ന് പറയുമ്പോഴേ അല്ല, നിങ്ങളുടെ അറിവോടും ആശീർവാദത്തോടും കൂടി തന്നെയല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ? അല്ല, വേറൊരു കാര്യം ലിയാഖത്ത് മനസ്സിലാക്കേണ്ടത്, ഈ ഇസ്ലാം മതം ഉപേക്ഷിച്ചു പോയി എന്ന് പറഞ്ഞു. അല്ല, അതിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ മതവിമർശനത്തെ കുറിച്ചോ മതം ചെയ്തതിനെ കുറിച്ചോ അല്ല. നിങ്ങൾ ഈ സമൂഹത്തിൽ ഇപ്പൊ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിനെ കുറിച്ചാണ്. അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നതിനെ കുറിച്ച് ബോധ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ലിയാഖത്ത് ഞങ്ങളുടെ ഉദ്ദേശശുദ്ധി ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല അതിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ പ്രവൃത്തിയെ കുറിച്ചാണ് ചോദിച്ചത്. നിങ്ങളുടെ നീയത്തിനെ കുറിച്ചല്ല ചോദിക്കുന്നത്, പ്രവൃത്തിയെ കുറിച്ചാണ്. മനസ്സിലായി, അത് തന്നെ മനസ്സിലായി. ഞങ്ങളുടെ പ്രവൃത്തിയെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. പക്ഷെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും അപക്വമായ ഇടപെടലുകളോ അപക്വമായ പ്രതികരണങ്ങളോ വരുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. പക്ഷെ നിങ്ങളാണ് അവരെ ഫണ്ട് ചെയ്യുന്നത്. നിങ്ങളൊരു കൂട്ടം ആളുകളുണ്ട്, അത് ആരൊക്കെയാണെന്നുള്ളതിന് ഏകദേശ പിക്ചർ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ കോമൺ ആയിട്ട് പങ്കുവെക്കുന്ന ഒരു ആദർശമുണ്ട്. അപ്പൊ ഇതൊക്കെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതായിരിക്കാം മേ ബി, അല്ലെ? എന്ത് യാദൃശ്ചികത? അല്ല, ചിലപ്പോ യാദൃശ്ചികമായിട്ട് ഇവരിങ്ങനെ ഒരു കൂട്ടത്തിൽ നിങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പിൽ അവരെത്തിപ്പെട്ടതായിരിക്കാം മേ ബി. എന്തായാലും ലിയാഖത്ത് അലിക്ക് എന്നെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് നിങ്ങളുടെ ഈ രണ്ട് വാക്കിൽ എനിക്ക് മനസ്സിലായി. കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഫണ്ട് ചെയ്യുന്ന ആള് ഒരു കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന അതൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ. എനിക്ക് അത് തിരുത്താൻ വലിയ താല്പര്യമില്ല. നിങ്ങൾ അങ്ങനെ നിങ്ങൾ ഇത്താത്താന്ന് വിളിച്ച് നടക്കുന്ന ഒരാൾ, ഇത്താത്താന്ന് നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ ബഹുമാനത്തോടുകൂടി ഇടപെടുന്ന ഒരാള് മറ്റു വ്യക്തികളെ കുറിച്ച് സമൂഹത്തിൽ എന്നെ കുറിച്ചും എന്റെ വീട്ടിലും കയറിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, വീട്ടിൽ കയറുക മീൻസ് വീട്ടില് പിന്നെ കാലുകുത്തി നടന്നു കയറുക എന്നുള്ളതല്ല, സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ, അതിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് നിങ്ങളുടെ അറിവോടെയാണോ എന്നാണ് ചോദിച്ചത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അപക്വമായ പറയേണ്ടത്. ക്രിമിനൽ ആക്ടിവിറ്റിനെയാണ് നിങ്ങൾ അപക്വത എന്ന് പറയുന്നത്. ലിയാഖത്ത് അലി, അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് വ്യക്തിപരമാണ്. അത് ഞങ്ങൾക്ക് വെരി സോറി. നിങ്ങൾ ഈ രണ്ട് വാക്കുകൾ ഇപ്പൊ ഉപയോഗിച്ചു. ഒന്ന് എനിക്ക് ഇഷ്ടപ്പെടാത്തത്, രണ്ടാമത്തത് അപക്വം. നിങ്ങൾ ഇവരുടെ പ്രവർത്തനത്തിൽ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളാണോ കണ്ടിട്ടുള്ളത്? അല്ല, നിങ്ങൾ ഇപ്പോഴാണ് ഒരാളുടെ പേര് പറഞ്ഞത്. ഈ സംഭാഷണത്തിനിടയിൽ ആദ്യമായിട്ട് നിങ്ങൾ ഇപ്പോഴാണ് ഒരു പേര് പറഞ്ഞത്. ലിയാഖത്ത് അലി, ഞാൻ ഒരു കാര്യം പറയാം. എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചതെങ്കിൽ എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കണം. ഓക്കെ, നിങ്ങൾക്ക് എന്നിൽ നിന്നും എന്താണ് അറിയാനുള്ളതെന്ന് എനിക്കറിയില്ല. ഇനി എന്താണെങ്കിലും ഞാൻ നിങ്ങളുടെ സഹോദരനുമായി ബന്ധപ്പെട്ടത് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു വിവാദം നിലനിൽക്കെ ഞാൻ നിങ്ങളുടെ സഹോദരനുമായി ബന്ധപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരു മോശം കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായത്. കാഴ്ചപ്പാടല്ല, ഒരു മോശം എന്താ പറയാ, ഒരു ഇതായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഒരു മോശം പിക്ചർ ആയിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. രണ്ട് കാര്യങ്ങളും മോശം കാഴ്ചപ്പാട് എന്തായിരുന്നു പറയാം. അല്ല, വാക്കുകൾ വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയട്ടെ. എന്റെ മനസ്സിൽ നിങ്ങളുടെ സഹോദരനെ കുറിച്ച് ഉണ്ടായിരുന്നത്, നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോയിട്ടും മുസ്ലിം സമുദായത്തിനെതിരെ നിങ്ങൾ നടത്തുന്ന അക്രമങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്, അതല്ലെങ്കിൽ നിങ്ങളെ ബഹിഷ്കരിച്ചു എന്ന് അവർ പറയുന്നത് വെറുതെയാണ്. ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബം തന്നെയാണ് എന്ന് വിചാരിച്ചിട്ടാണ് സദഖത്തുള്ളയുമായി ഞാൻ സംസാരിച്ചത്. രണ്ട് വ്യക്തത ചോദിച്ചോട്ടെ. രണ്ട് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ അത്രയും കാര്യത്തിൽ വ്യക്തത കുറവുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്.
നിങ്ങള് പിന്നെ ഒരു വിവാദം നടക്കുന്ന പശ്ചാത്തലത്തിൽ എന്റെ അനിയനെ ബന്ധപ്പെട്ടു എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, എന്റെ അനിയനെ കുറിച്ചുണ്ടായിരുന്ന നിങ്ങളുടെ ധാരണ എന്ന് പറയുന്നത് ഞാൻ ഇസ്ലാമിനെതിരെ നടത്തുന്ന വിമർശനങ്ങളിൽ അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. അത് എനിക്ക് മനസ്സിലായി. പക്ഷെ അതിന്റെ ഇടയിൽ നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ്, ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ അക്രമം പ്രവർത്തിക്കുമ്പോൾ എന്നാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് എന്തായിരുന്നു ആ വിവാദം എന്നുള്ളതും, രണ്ട് ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള അക്രമ പ്രവർത്തനം എന്താണെന്നൊന്ന് പറയാമോ ചെറുതായിട്ട്? അക്രമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരാളെ കായികമായി നേരിടുന്നത് മാത്രമല്ല അക്രമം. മുസ്ലിം സമുദായത്തെ വെറുക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളും അക്രമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. മനസ്സിലായില്ല എനിക്ക്, നിങ്ങൾ പറഞ്ഞോളൂ. അതിന് ഓരോ ഉദാഹരണം പറയൂ. ഞാൻ മുസ്ലിം സമൂഹത്തെ വെറുക്കാൻ വേണ്ടി ഞാൻ നടത്തിയുള്ള ഒരു പ്രവർത്തനത്തിന് ഒരു ഉദാഹരണം പറയും. ഒരു പ്രവർത്തനം ഞാൻ പറഞ്ഞുതരാം. ഒരു ഉദാഹരണം, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ പാലക്കാട് ജില്ലയിലാണ് ഞാനിപ്പോ ഉള്ളത്. ഈ പാലക്കാട് ജില്ലയിൽ കോതകുറിശി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു സഹോദരൻ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം വീടാന്തരം കയറി ഇറങ്ങി ഈ പറയുന്ന പോലെ പ്ലംബിംഗ് വർക്കുകൾ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ വോയിസ് ഇപ്പോഴും എന്റെ കയ്യിൽ കിടപ്പുണ്ട്. നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വോയിസിൽ സംസാരിക്കുന്നത്. അതിന്റെ കാരണം, നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ നേരിട്ടൊരു ബന്ധമില്ല, നിങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങളെപ്പോലുള്ളവർ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിഭാഗീയതയും അതുപോലെ തന്നെ ഈ ഞാൻ പറയുന്ന വ്യക്തിപരമായി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളെ പോലെ ഉള്ളവർ എന്നുള്ളത് അപ്രസക്തമാണ്. ലിയാഖത്ത് എന്നുള്ള വ്യക്തിയിൽ ലിയാഖത്ത് അലി, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തിപരമായി നേരിട്ട ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞു. നിങ്ങൾ അതിനകത്തൊരു മെമ്പർ, നിങ്ങൾ വ്യക്തിപരമായിട്ട് തന്നെ പറഞ്ഞാൽ മതി. അപ്പൊ എന്നെ പോലെ ഉള്ളവർ എന്ന് പറയണ്ട, ലിയാഖത്ത് തന്നെ പറഞ്ഞു ഉറപ്പിച്ചു പറഞ്ഞോളൂ. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ലിയാഖത്ത് അതിനകത്ത് എന്നെ പോലെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടേ ഇല്ല. എന്നെ പോലെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടേ ഇല്ല. നിങ്ങൾക്ക് എന്നെയും അറിയത്തില്ല. പറഞ്ഞോളൂ. കോതകുറിശിയിലെ സഹോദരൻ എന്താ പറഞ്ഞത്? അല്ല, നമ്മളിപ്പം ഈ ദുബായ് എന്ന സിറ്റി ഉണ്ടാവാൻ, ദുബായ് എന്ന സിറ്റിയെ കുറിച്ച് അറിയാൻ അവിടെ പോയി കാണണമെന്നില്ല. കോതകുറിശിയിലുള്ള ഈ സഹോദരൻ പറഞ്ഞത് ഇത്തരത്തിൽ നിങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയ വിഭാഗീയതയുടെ ഒരു ഒരു എഫക്റ്റീവ്, ആ പറയപ്പെടുന്ന അനന്തര ഫലം അനുഭവിക്കുന്ന ഒരാളാണ്. ഞാൻ ചോദിച്ചത് എന്താണ്, വ്യക്തമായി പറയും. അദ്ദേഹം പറയട്ടെ, ഞാൻ ചോദിച്ചു എന്താണ് അത് തുറന്ന് പറയാൻ പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ സ്ഥിരമായി പോകുന്ന വീടുകളുണ്ട്, വർഷത്തിൽ 1-2 തവണ പോയി പണി ചെയ്യുന്ന വീടുകളുണ്ട്. ആ വീടുകൾ പലരും അഹിന്ദുക്കളാണ്, പിന്നെ മുസ്ലിമുകളാണ്. അവരിൽ പലരുടെയും സമീപനത്തിൽ വന്ന മാറ്റം ചിലർ അദ്ദേഹത്തിനോട് പരസ്യമായി തന്നെ ചോദിച്ചു. ഞങ്ങൾ അടുത്ത കാലത്താണ് ലിയാഖത്ത് അലിയുടെയൊക്കെ വീഡിയോ കാണാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായത്. നിങ്ങളൊക്കെ വലിയ പ്രശ്നമുള്ള ആളുകളാണ്, നിങ്ങളുടെയൊക്കെ ഉള്ളില് മറ്റൊരു മുഖമാണ് നിങ്ങൾക്ക് എന്ന് ഞങ്ങളിൽ പലരും തിരിച്ചറിഞ്ഞു എന്ന് അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ഒരു നിമിഷം ആ സാധു മനുഷ്യൻ നിസ്സഹായനായി പോയിട്ട് അദ്ദേഹം പറഞ്ഞത്, എത്രയോ വർഷമായി നമ്മൾ തമ്മിൽ ഒരു നാട്ടിൽ ജീവിക്കുന്നു, എത്രയോ കാലങ്ങളായി നമ്മളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നു, സാമ്പത്തികമായി സഹായിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? മാനസികമായി നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളാരും വെറുത്തിട്ടില്ല, അങ്ങനെ വെറുക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ നിങ്ങളോട് എങ്ങനെ ഇടപഴകുന്നു, എങ്ങനെ നിൽക്കുന്നു അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഞങ്ങളെക്കുറിച്ച് മറ്റുള്ളവരാരെങ്കിലും, അത് ഞങ്ങളുടെ മതത്തിലുള്ളവരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അവര് പടർത്തുന്ന വിദ്വേഷങ്ങളിൽ ദയവ് ചെയ്ത് നിങ്ങൾ വലിച്ചിടരുത്. അതൊരു ന്യൂനപക്ഷം മാത്രമാണ്. ലിയാഖത്ത് അലിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? പറ്റും. ഇയാളുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ആ സഹോദരനോട് സംസാരിച്ചത്. ഇയാളുടെ സഹോദരൻ പേര് ഇങ്ങനെയൊന്നുമല്ല. കോതകുറിശിയില് ഈ ദുരവസ്ഥ നേരിട്ട വ്യക്തി, ആ വ്യക്തിയുടെ നമ്പർ തരൂ, അല്ലെങ്കിൽ നമുക്ക് അയാളെ നേരിട്ട് പോയി കാണാം. അയാളോട് ഇങ്ങനെ ഒരു ചോദ്യം, ഞാൻ പറയട്ടെ നിങ്ങളിപ്പോ പറഞ്ഞ കഥ ഞാൻ കേട്ടല്ലോ, ഈ പറഞ്ഞ കഥ കേട്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു കഥ, ഈ കോതകുറിശിയിൽ ഇങ്ങനെ ഒരു ദുരനുഭവം നേരിട്ട ഒരു അമുസ്ലിം സഹോദരനിൽ നിന്ന് ഇത്തരം ഒരു വാക്ക് കേട്ട മുസ്ലിം സഹോദരൻ, ആ മുസ്ലിം സഹോദരനെയും ഈ അമുസ്ലിം സഹോദരനെയും നേരിട്ട് കാണാനോ ഒരു ടെലികോളില് കോൺഫറൻസ് കോളിൽ എടുക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? എത്ര സമയം വേണം? ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട്, അദ്ദേഹത്തോടല്ല, ഈ രണ്ടുപേരും, അതായത് ഈ ഹിന്ദു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയണല്ലോ. ഞാൻ പറയട്ടെ സുഹൃത്തെ, ഞാൻ പറയട്ടെ. ഇനി ഇങ്ങനെ അവര് പറയുമ്പോ ലിയാഖത്ത് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് പറഞ്ഞപ്പോ ലിയാഖത്ത് പറഞ്ഞപ്പോ എന്താണ് മനസ്സിലായത് അത് ചോദിച്ചോ? ഞാൻ എന്ത് പറഞ്ഞു, അപ്പൊ അയാൾക്ക് എന്ത് മനസ്സിലായി അത് പറഞ്ഞു. ലിയാഖത്ത് അലി, നിങ്ങള് പിന്നെ യൂട്യൂബ് വഴി നടത്തുന്നത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയണം. ഒരു ഉദാഹരണം പറയൂ സുഹൃത്തെ, ഒരു ഉദാഹരണം. ലിയാഖത്ത് അലി, നിങ്ങളൊരു ഉദാഹരണം ചോദിക്കാൻ തെളിവ് ചോദിക്കുമ്പോൾ നിങ്ങളൊരു കഥ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഞാൻ പറഞ്ഞുതരാം. ഓണത്തിന് സദ്യ കഴിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന ചർച്ച, ഒരു അമുസ്ലിം സഹോദരൻ ഭക്ഷണം ഉണ്ടാക്കിയത് കഴിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച പൊതുസമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കില്ലേ?
അതാ അങ്ങനെ ഒരു ചർച്ച ആരാണ് മുമ്പോട്ട് വെച്ചത്? അല്ല, അങ്ങനെ ചർച്ച വിഭാഗീയത ഉണ്ടാക്കൂല്ലേ? തീർച്ചയായും ഉണ്ടാക്കുമല്ലോ. ഉണ്ടാക്കും. അമ്പലത്തിന് പിരിവ് കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന് നമ്മൾ കേരളത്തിന്റെ സമൂഹത്തിൽ പ്രസംഗിച്ചാൽ അത് വിഭാഗീയതയാണോ? അല്ലേ? വിഭാഗീയത ഉണ്ടാക്കുമല്ലോ അതില്. ഉണ്ടാക്കും. ഓക്കെ, ഞാൻ വെറുതെ നിങ്ങളടുത്ത് അറിയാൻ വേണ്ടി ചോദിച്ചേ ഉള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ സത്യസന്ധത പുലർത്തുന്ന ആളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പറയുന്നത് നോക്കൂ. ഇനി നിങ്ങൾക്ക് അത് മുസ്ലിം നാമധാരികളായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അതുപോലെ ഞാൻ ചോദിച്ചത്, അതിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഒരു അഭിപ്രായം ചോദിച്ചെന്നുള്ളൂ. ഞാനൊരു അഭിപ്രായം ചോദിച്ചെന്നുള്ളൂ. ഇനി നിങ്ങൾ ഈ കാര്യത്തിൽ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ തെളിവ് എന്ന് പറയുമ്പോൾ വരേണ്ട കാര്യം ഇത്രയാണ്. ഒന്നുകിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരത്തിൽ ലിയാഖത്ത് എന്ത് പറഞ്ഞതിൽ നിന്ന് അയാൾക്ക് എന്ത് മനസ്സിലായി എന്നും അയാൾക്ക് സമീപനത്തിൽ എന്ത് മാറ്റം ഉണ്ടായി എന്നും പറയണം. വ്യക്തത വേണം. ഒന്ന്, അതിൽ ഞാൻ എന്താണ് പറഞ്ഞതെന്നും ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വെരിഫൈ ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ടോ, പറഞ്ഞ കാര്യം അത് ഒരു മിനിറ്റ് സുഹൃത്തെ, ഒരു മിനിറ്റ്. ഒരിക്കലും അറിയാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇപ്പോഴും ചോദിക്കുന്നു. നിങ്ങൾ അന്നോ അതിനു മുൻപോ ലിയാഖത്ത് അലി എന്ന് പറയുന്ന വ്യക്തിയുടെ സംസാരം കൊണ്ട് മുസ്ലിം അല്ലാത്ത സമൂഹങ്ങൾക്ക് മുസ്ലിങ്ങളോട് വെറുപ്പുണ്ടാവുന്ന തരത്തിൽ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ഞാൻ നിങ്ങളെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ്, കുറെ അപ്പൊ നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയില്ല, നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കഥയ്ക്ക് തെളിവോ അല്ലെങ്കിൽ ഈ വ്യക്തികളെ കണക്ട് ചെയ്യാനോ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ് ഒന്നാമത്തെ. നമ്മൾ വിഷയത്തിലേക്ക് വരാം. ലിയാഖത്ത് ഞാൻ ആ സുഹൃത്തിനോട് ചോദിച്ചിട്ട് നിങ്ങളുടെ നമ്പർ, അവന്റെ നമ്പർ നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കാം. അയാളുടെ നമ്പർ എനിക്ക് തരൂ. അതിനകത്ത് ഞാൻ നിൽക്കണമെങ്കിൽ കോൺഫറൻസ് കോളിട്ട് ഞാൻ അതിൽ നിൽക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കാം. പക്ഷെ ലിയാഖത്തിന് നിർബന്ധം ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കൂല. വേണ്ട, നിങ്ങൾ ആ വ്യക്തിയുടെ നമ്പർ എനിക്ക് തരൂ. എന്റെ വീഡിയോ കാരണം അങ്ങനെ ഒരു ദുരവസ്ഥ നേരിട്ടുള്ള ഒരു മുസ്ലിം സഹോദരൻ ഉണ്ടെങ്കിൽ എനിക്ക് അയാളോട് സംസാരിക്കണം. നിങ്ങൾക്ക് അതൊരു കണ്ടന്റ് ആയിട്ട് എടുക്കുകയും ചെയ്യാം. അദ്ദേഹം സംസാരിക്കും. അതെ, ക്ലിയർ ആണ്. തീർച്ചയായിട്ടും കണ്ടന്റ് ആണ്. നിങ്ങൾ കണ്ടന്റുകൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കുന്നത്, പണപ്പിന് നടത്തുന്നത്. അവിടെ നിൽക്കട്ടെ. ഇനി ഇതും കണ്ടന്റ് ആണ്. നോ ഡൗട്ട്, ഇതും കണ്ടന്റ് ആണ്. നോ ഡൗട്ട്. നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം, ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങളുടെ കയ്യിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൂഫും ഇല്ല. ഒരാളൊരു അനുഭവം പറഞ്ഞു, അനുഭവ സാക്ഷ്യങ്ങൾ തെളിവല്ല. അതിനൊന്ന് വേറൊരു കാര്യം, ലിയാഖത്ത് അലി എന്നെ കൂടി തേടി വന്ന സ്ഥിതിക്ക്, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു പക്ഷേ നിങ്ങളെ വിളിക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ കൂടി തേടി വന്ന സ്ഥിതിക്ക് നമുക്ക് ഫസ്റ്റ് സംഭാഷണത്തിലേക്ക് മടങ്ങാം. നിങ്ങൾ ചോദിച്ച സഹോദരൻ, അതിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. നോക്കൂ, ഇനി ഞാൻ പറയുന്നത് നിങ്ങളിൽ നിന്ന് എനിക്ക് അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ മതവിമർശനം നടത്തുന്ന ആളാണ്, മതം ഉപേക്ഷിച്ച ആളാണ്, മതം വിട്ട ആളാണ്, പ്രഖ്യാപിച്ച ആളാണ്, പരസ്യമായി നിലപാടെടുക്കുന്ന ആളാണ്. ഞാൻ മതം വിട്ട വന്ന ശേഷം എന്തൊക്കെയാണോ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത്, ഇസ്ലാം മനുഷ്യരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കും എന്നാണോ പറഞ്ഞത്, അതിന്റെ തെളിവാണ് നിങ്ങൾ, അത് സത്യമാണെന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾ എന്റെ സഹോദരനായിട്ട് സംസാരിക്കുന്ന സംഭാഷണം. അതുവഴി എന്നെ ഇസ്ലാം മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ എന്നെ എന്റെ കുടുംബം ഒറ്റപ്പെടുത്തിയെന്നും അകറ്റി നിർത്തിയെന്നും ബഹിഷ്കരിച്ചു എന്നും എന്നെ പലതരത്തിൽ തിരിച്ചു മതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സമ്മർദ്ദം ചെലുത്തിയെന്നും അവര് അത് ഇസ്ലാമിന് വേണ്ടി ചെയ്തതാണ് എന്നും ഈ നാട്ടിൽ നിന്നുകൊണ്ട് മതം വിട്ട ഒരാൾക്കെതിരെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ അവർ ചെയ്തിട്ടുണ്ട് എന്നും നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഒരിക്കലും ഇല്ല, അവരങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ പറഞ്ഞു. ഞാൻ കണ്ട് 3/4 മണിക്കൂറോളം സംസാരിച്ച സംഭാഷണമായിരിക്കും നിങ്ങൾ കേട്ടത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 1/2 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ കേട്ടതിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി എന്റെ പോയിന്റിലേക്ക് വരാം. ഇനി നിങ്ങൾ എന്റെ ചോദ്യത്തിലേക്ക് വരും. ഞാൻ ഈ കാലം അത്രയും നടത്തിയിട്ടുള്ള മതവിമർശനം ഇല്ല, നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. അപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. എന്റെ അനിയനെ കുറിച്ച്, എന്റെ വീട്ടുകാരെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ എന്തായിരുന്നു? ലിയാഖത്ത് അലി, നിങ്ങളെ തിരിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ അവർ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെന്നും അതിലൂടെ ഇസ്ലാമിന്റെ മുഖമാണ്, യഥാർത്ഥ മുഖമാണ് വെളിപ്പെട്ടതെന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ സഹോദരൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടാകും. ഒരു സെക്കൻഡ്, ലിയാഖത്ത് അലി എന്ന നിങ്ങളോ ഹസൻ എന്ന ഞാനോ നിങ്ങളുടെ സഹോദരങ്ങളോ ആരും ഇസ്ലാമിൽ വേണമെന്ന് ഇസ്ലാം മതം സൃഷ്ടിച്ച പടച്ചോനോ അത് പ്രബോധനം ചെയ്ത മുഹമ്മദ് നബിക്കോ നിർബന്ധമില്ല. അത് നിങ്ങൾ ആദ്യം നിങ്ങൾ ഈ ഫണ്ട് ചെയ്ത് നടത്തുന്ന പ്രവർത്തനം ചെയ്യണമെന്നാണോ നബിക്കോ അല്ലാഹു നിർബന്ധമുള്ള കാര്യം? അല്ല, ഞാൻ പറയട്ടെ, നിങ്ങളെ വലിച്ച് ലിയാഖത്ത് അലി എന്ന് പറയുന്ന ആൾ ഇസ്ലാമിൽ വേണമെന്ന് ഇസ്ലാമിൽ ഒരു നിർബന്ധമില്ല. നിങ്ങളിപ്പോ ലിയാഖത്തിനെ പ്രതിരോധിക്കാൻ ഇപ്പൊ കണ്ടെത്തിയ മാർഗം ചെയ്യണമെന്ന് ഇസ്ലാമിൽ അള്ളാഹുവിന് മുഹമ്മദിന് നിർബന്ധം ഉണ്ടോ എന്നാണ് ചോദ്യം.
ആരെന്ത് ചെയ്തു? നിങ്ങൾ അതിലേക്ക് നമ്മൾ വരുന്നത് നിങ്ങൾ ഫോൺ കട്ട് ചെയ്ത് പോയില്ലെങ്കിൽ നമ്മൾ അതിലേക്കാണ് വരുന്നത്. ലിയാഖത്തിനെ നിങ്ങളുടെ വീട്ടുകാർ ബഹിഷ്കരിച്ചു. അത് ഇസ്ലാമിന്റെ മുഖമായിട്ടായിരിക്കും ലിയാഖത്ത് എന്നുള്ളത്, അല്ലേ? ഇസ്ലാമിന്റെ എന്റെ വീട്ടുകാര് എന്റെ മതവിശ്വാസം നഷ്ടപ്പെട്ടു എന്നതിന്റെ പേരിൽ എന്നെ ബഹിഷ്കരിച്ചതിനെ കുറിച്ച് എന്താ ഞാൻ പറയാം. ലിയാഖത്ത് ഒരാൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് അയാളുടെ പണി നോക്കി അങ്ങ് പോയാൽ ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ല. ഞങ്ങളുടെ നാട്ടിൽ എത്രയോ പേര്, എന്റെ നാട്ടിലുണ്ട് ലിയാഖത്ത് ഇസ്ലാം മതം ഉപേക്ഷിച്ചു പോയത്. എനിക്ക് നിങ്ങളോടൊന്നും മറച്ചു വെക്കാനില്ല. എനിക്ക് നിങ്ങളെ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. എനിക്ക് നിങ്ങളോടൊന്നും ഒരാളോടൊന്നും മറച്ചു വെക്കാനില്ല. എനിക്ക് ആരോടും മറച്ചു വെക്കാം. എന്റെ വീട്ടിൽ എന്റെ കുടുംബത്തുണ്ട് ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോയവർ. പക്ഷെ അവരാരും ഇസ്ലാമിനെ തെറി പറഞ്ഞു നടക്കുന്നവരല്ല. അവർ ഭാര്യമാരെ കുറിച്ച് അസംബന്ധം പറഞ്ഞു നടക്കുന്നവരല്ല. ഉമ്മയെ കുറിച്ച് അസംബന്ധം പറഞ്ഞു നടക്കുന്ന ആളാണ്. ആരാ ഉമ്മ? നബിയുടെ ഉമ്മാനെ കുറിച്ച് അസംബന്ധം പറഞ്ഞ ആൾക്കാണ് നിങ്ങളിപ്പോ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പോട്ടെ, ഞാൻ ഉമ്മാനെ കുറിച്ച് അസംബന്ധം പറഞ്ഞു ഒരു ചോദ്യം ചോദിച്ചിട്ട് ലിയാഖത്ത്, ഞാൻ സത്യം പറഞ്ഞ ലിയാഖത്ത് ഇസ്ലാം വിട്ടപ്പോ ഉള്ള സംഭാഷണങ്ങൾ പോലും ഞാൻ കേട്ടത് ഒരാഴ്ച മുമ്പാണ്. 4-5 വർഷം മുമ്പ് നടന്നത് പോലും. പക്ഷെ നിങ്ങൾ ഫണ്ടിങ് തുടങ്ങിയിട്ട് മാസം കുറച്ചായല്ലോ. നിങ്ങൾ ഈ ഫണ്ടിങ്ങും ഈ ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ട് മാസം കുറച്ചായല്ലോ. അല്ല, ഞാൻ എന്താണ് പറഞ്ഞതെന്ന് പോലും കേൾക്കാതെ എന്നെ തേജോവധം ചെയ്യാനും എനിക്കെതിരെ നിങ്ങൾ പടയൊരുക്കം നടത്തുമ്പോ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്താ തന്നെ പ്രശ്നമുണ്ടല്ലോ. അപ്പോ ലിയാഖത്തലിയെ പൂട്ടാൻ ഫണ്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എന്റെ കൈ കിട്ടിയാൽ ഞാൻ അവരെ ചെകിടടിച്ചു പൊട്ടിക്കും. നിങ്ങൾ ഈ സംഭവത്തിൽ പല ആളുകൾക്കും സാമ്പത്തിക സഹായം ചെയ്യുന്നതായിട്ടും പലർക്കും വേണ്ടി ഏജൻസി പണി എടുക്കുന്നതായിട്ടും എനിക്ക് തെളിവുണ്ടല്ലോ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാലോ. നിങ്ങളുടെ നിരപരാധിത്വം നിങ്ങൾ എന്നിട്ട് അവരെ പോയി ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങളുടെ ബോസിന്റെ അടുത്ത് പോയി പറയണ്ടല്ലോ. ഏത് ബോസ്? നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഒന്നെങ്കിൽ ലിയാഖത്തലിക്ക് ആള് മാറി ലിയാഖത്തലി എന്നെ വിളിച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ ആരോ പറഞ്ഞു പിടിപ്പിച്ച നുണകളുമായി ഞാൻ നിങ്ങളിലേക്ക് രണ്ടാണെങ്കിലും ലിയാഖത്തലിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഹസൻ എന്നു പേരുള്ള കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി സ്വദേശിയായ ഞാൻ, ഡെയിലി ഡാഷ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഞാൻ, ഡെയിലി ഡാഷ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഞാൻ ഏതെങ്കിലും തരത്തിൽ കരുനാഗപ്പള്ളി സ്വദേശിയാണ്. ഡെയിലി ഡാഷ് മലയാളം യൂട്യൂബ് ചാനൽ നടത്തുന്ന ആയിക്കോട്ടെ, അത് തന്നെ. പിന്നെ ആ ഡെയിലി ഡാഷ് മലയാളം യൂട്യൂബ് പറയട്ടെ ലിയാഖത്ത്, നിങ്ങളൊന്ന് കേൾക്കൂ സഹോദര, നിങ്ങളൊന്ന് കേൾക്കൂ. ആ ചാനൽ നടത്തുന്ന ഞാൻ ലിയാഖത്തലി എന്ന ഇസ്ലാം മതം ഉപേക്ഷിച്ചു പോയ ഒരു മുർത്തദിനെ ഏതെങ്കിലും രീതിയിൽ പൂട്ടാനോ അതല്ലെങ്കിൽ തിരിച്ചയാളെ മാനസാന്തരപ്പെടുത്തി വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം ഞാൻ നടത്തി എന്ന് നിങ്ങൾ തെളിയിച്ചാൽ, അതിൽ ഞാൻ ഫണ്ട് കൊടുത്തുവെന്നോ അല്ലെ ഫണ്ട് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പിനോടൊപ്പം ചേർന്നു എന്നൊക്കെ താങ്കൾ തെളിയിച്ചാൽ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞോണ്ട് പറയാം, ഇനി അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഇവിടെ ഫണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോടൊപ്പം ചേരുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഇതുവരെ ചേർന്നിട്ടില്ല. ഞാൻ ചേർന്നു എന്ന് ലിയാഖത്തലി തെളിയിച്ചാൽ എന്റെ 40,000 ഫോളോവേഴ്സ് ഉള്ള ചാനൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും. തിരിച്ചാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടി വരും. അത് പോട്ടെ, വിഷയത്തിലേക്ക് വരും. പ്രധാനപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ ഒഴിഞ്ഞു പോകല്ലേ. നിങ്ങളെ പോലെ സംസാരിക്കാൻ തയ്യാറുള്ള ആളുകളുമായിട്ട് എത്ര മണിക്കൂറും സംസാരിക്കാൻ ലിയാഖത്തിന് പറ്റും, മനസ്സിലായോ? അപ്പൊ അത് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ എന്റെ അനിയനെ കുറിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞല്ലോ, അത് മാറി. അത് ലിയാഖത്തിനെ അയാൾ വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസത്തിനെ സത്യം ചെയ്ത അയാളെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ ലിയാഖത്ത് എന്ന ഞങ്ങൾക്ക് ചോദിക്കട്ടെ, ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടി നിങ്ങളോട് ചോദിക്കുകയാണല്ലോ നിങ്ങൾ പറഞ്ഞ കാര്യത്തെ കുറിച്ച്. അപ്പം ഇസ്ലാം മതം ഉപേക്ഷിച്ച ഒരു വ്യക്തിയെ കുറിച്ച് ആ വ്യക്തിയെ അവർ മാനസികമായിട്ടെങ്കിലും പിന്തുണ കൊടുക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊരു തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്, അല്ലെ? അതെ, അത് മാറിക്കിട്ടി. അപ്പൊ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ലിയാഖത്ത് മരിച്ചാൽ എന്താ ചെയ്യാന്നുള്ളത്, അല്ലെ? എന്റെ അനിയനോട് അത് ഞാൻ സത്യം പറഞ്ഞു. ഇപ്പൊ ലിയാഖത്തിനോട് ചോദിക്കാൻ അത് ഞാൻ വോയിസ് ആയിട്ട് എനിക്ക് ചോദിക്കണം പറയൂ.
ലിയാഖത്ത് അലി മരിച്ചാൽ, നിങ്ങളുടെ സഹോദരൻ ലിയാഖത്ത് അലി നാളെ മരിച്ചു എന്ന് ഒരു പിന്നെ റിസൾട്ട് കിട്ടി, അത് ഞാൻ അതിന്റെ പുള്ളി എനിക്ക് മറുപടി തന്നതായിട്ടാണ് എന്റെ ഓർമ്മ കേട്ടോ. ആള് മാറിയിട്ടില്ലെന്ന് നിങ്ങളെന്ന് ഉറപ്പുവരുത്തിയതാണ്. സോറി. ഓക്കെ. അല്ല, ഞാൻ വേറെ ആരോ ആണെന്ന് വിചാരിച്ച് നിങ്ങളെ വിളിച്ചതല്ല, നിങ്ങളെ ബോധ്യപ്പെടുത്തിയാണ്. ഞാൻ പറഞ്ഞത് ലിയാഖത്ത് അലി മരിച്ചു പോയാൽ നോക്കൂ, ഞാൻ പറയാം. മറുപടി എനിക്ക് ഓർമ്മയില്ല. മറുപടി ഇനി ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾ എന്റെ വലിയ ദീൻ എന്ന് പറയുന്ന പ്രസന്റേഷൻ ഇപ്പോഴാണ് കേട്ടതെന്ന് പറഞ്ഞു. ആ കേട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് എന്റെ മതവിമർശനത്തിന്റെ ഉദ്ദേശം, ലക്ഷ്യം. മതം വിട്ട് മതം ഉപേക്ഷിച്ച് മതവിശ്വാസം നഷ്ടപ്പെട്ട സമയത്ത് ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ, എനിക്കെതിരെ ഉണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയുള്ള അനുഭവങ്ങളും, എന്തുകൊണ്ട് മതവിമർശനം നടത്തുന്നു, എന്തിനു വേണ്ടി ഏത് ലക്ഷ്യം വരെ മതവിമർശനം നടത്തും എന്ന് ഞാൻ വലിയ ദീനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്നാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ തോക്കി കയറി വെടിവെക്കരുത്. നിങ്ങൾ എനിക്ക് നിങ്ങൾ മതം ഉപേക്ഷിക്കാനുണ്ടായ കാരണങ്ങൾ കേൾക്കാൻ ഒരു താല്പര്യമില്ല. ഞാൻ നിങ്ങളോട് പറയാൻ നിങ്ങൾക്ക് വിശദീകരണം തരാൻ വന്നതല്ല. ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാൻ തരാൻ വന്നതല്ല. ഞാൻ പറഞ്ഞത് അന്ന് അപ്പൊ നിങ്ങൾക്ക് അനിയനെ കുറിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണയല്ലാതെ എന്റെ അനിയനെയും എന്റെ വീട്ടുകാരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്നെ താറടിക്കാനുള്ള ഒരു ശ്രമം ഒരു വ്യക്തി, നിങ്ങൾ ഉൾപ്പെടെ പിന്തുണയ്ക്കുന്ന ഒരു സംഘത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സ്ത്രീയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടതിന്റെ വൈക്ലഭ്യത്തിൽ എനിക്കെതിരെ ആ സ്ത്രീ, അല്ലെ എന്റെ അനിയന്റെ ഭാര്യയുടെ വരെ ഫോട്ടോ വെച്ചിട്ട് ആ സ്ത്രീ നടത്തിയിട്ടുള്ള ആരോപണമാണ് എന്റെ അനിയനൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ അതല്ലാന്ന് ബോധ്യപ്പെട്ടു. മതവിമർശനം നടത്തുന്നതിന്റെ പേരിലും മതം ഉപേക്ഷിച്ച് മതത്തിനെതിരെ സംസാരിക്കുന്നതിന്റെ പേരിലും എന്റെ കുടുംബം എനിക്കെതിരെ ഈ നാട്ടിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധ്യമായ രീതിയിലൊക്കെ എന്നെ പ്രതിരോധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങളെ തെറ്റിദ്ധാരണ മാറി. ഞാൻ എന്താ പറഞ്ഞത്? മതം വിശ്വാസം നഷ്ടപ്പെടുന്നത് ഒരു മനുഷ്യനെ കുടുംബം ബഹിഷ്കരിക്കാനും വീട്ടിൽ നിന്ന് പുറത്താക്കാനും അയാളുടെ ജീവിതം വഴിമുട്ടിക്കാനും അയാളുടെ വ്യക്തിപരമായി പിന്നാലെ കൂടി ആക്രമിക്കാനും കാരണമാകുന്നുണ്ട് ഈ നമ്മുടെ നാട്ടിൽ. അത് അവസാനിക്കുന്ന ഒരു ഘട്ടം വരുന്നത് വരെ മതവിമർശനം തുടരും. ഇതാണ് എന്റെ അന്നത്തെ പ്രഖ്യാപനം. അത് ശരിയാണെന്ന് സമ്മതിച്ചു. ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. ഞാൻ അതിനകത്തൊന്ന് കോട്ട് ചെയ്തോട്ടെ. അത് അവസാനിക്കണമെങ്കിൽ ഇനി ഒരു ലിയാഖത്ത് അലി ഈ നാട്ടിൽ ഉണ്ടാവരുത്. അതായത് മതം ഉപേക്ഷിച്ചാൽ ആ വഴി തിരഞ്ഞെടുത്ത് പോകണം. അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. മതം ഉപേക്ഷിച്ച ഒരാൾ എന്ത് ചെയ്യണമെന്നും നിങ്ങളല്ല ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അതാണ് എന്റെ ചോദ്യം. നിങ്ങൾ ആരാണ് ഡിക്റ്റേറ്റ് ചെയ്യാൻ? ഒരാൾ മതം ഉപേക്ഷിച്ചാൽ അയാൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ താങ്കൾ ആരാണ്? അല്ല, നിങ്ങൾ ഉപേക്ഷിച്ചു പോയ ഒരു ഞാൻ ഉപേക്ഷിച്ചു പോയ ഒരു മതത്തെക്കുറിച്ച് ഞാൻ നിശിതമായി നിന്ന് വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അല്ലല്ലോ നിങ്ങൾ നടത്തുന്നത് പച്ചയായ ആക്ഷേപം. ഒരെണ്ണം പറയൂ, ഒരു ഉദാഹരണം പറയൂ. തെളിവില്ലാതെ ഞാൻ നടത്തിയ ഒരാക്ഷേപം. നിങ്ങൾ നടത്തുന്ന നുണ ഫാക്ടറി, നിങ്ങൾ ഫണ്ട് ചെയ്ത് നടത്തുന്ന നുണ ഫാക്ടറി, നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന നുണ ഫാക്ടറിയുടെ അടിവേര് മാന്താൻ എന്താ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? അത് വേറെ നിയമപരമായി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യും. അതിൽ നിങ്ങൾക്ക് ഉത്തരവാദികളാണ് എന്നുള്ളത് നിങ്ങൾ കൊണ്ടുതന്നെ പഠിപ്പിച്ചു. ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകുമെങ്കിൽ പറഞ്ഞു തരാം. വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ഒരാള് അന്യന്റെ കിടപ്പറയിലേക്ക് അവിടെ എന്താ നടക്കുന്നതെന്ന് എത്തി നോക്കുന്നത് പോലെ ഈ പറയപ്പെട്ട മതം താല്പര്യമില്ല എന്ന് പറഞ്ഞ് മതം ഉപേക്ഷിച്ച ഒരുത്തൻ പിന്നെ മതവിശ്വാസികൾ എന്താ ചെയ്യുന്നത്, അവരെന്തൊക്കെ പറയുന്നു എന്ന് പറഞ്ഞ് അവരുടെ നടക്കുന്നത് മാനസികാവസ്ഥയുടെ പ്രശ്നമാണ്. അള്ളാഹുവിൽ വിശ്വാസമില്ല, ഉപേക്ഷിക്കാം. ഭാര്യമാരെ ലിയാഖത്ത് അലിയെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തത് ലിയാഖത്ത് അലിയുടെ ഉമ്മയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധമാണ്. നിങ്ങളുടെ ഉമ്മയുമായിട്ടുള്ള നിങ്ങളുടെ ഈ ഓർമ്മകളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത്. എനിക്ക് നിങ്ങളുടെ ആ വീഡിയോസിൽ നിന്നും എന്താണ് ആ ചർച്ചയിൽ നിന്നും വ്യക്തമായിട്ട് ഉമ്മയെ കുറിച്ച് തെറി പറയാനാണ് നിങ്ങൾ ഫണ്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടല്ലോ അല്ലെ? ആ ഉമ്മയെ കുറിച്ച് തെറി പറയുന്നവർക്ക് വേണ്ടി ഓശാന പാടുകയും ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അവരെ കൊണ്ടു നടക്കുകയും അവർക്ക് വേണ്ടി ഏജൻസി പണി ചെയ്യുകയും ചെയ്യുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ബോധ്യം എനിക്കുണ്ട്. ആത്മാർത്ഥമായ സ്നേഹം ലിയാഖത്ത് അലിക്കുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ. എന്റെ സ്നേഹം താങ്കളല്ല അളക്കേണ്ടത്. ഞാനും എന്റെ ഉമ്മയും തമ്മിലുള്ള ബന്ധം എന്താ നിങ്ങൾക്കറിയാം? നിങ്ങൾ ആരാണ്? ഞാനും എന്റെ ഉമ്മയും തമ്മിലുള്ള ബന്ധത്തിന് അളവെടുക്കാൻ നിങ്ങൾ ആരാണ്? വിളിച്ചു പറഞ്ഞവന്റെ പോസ്റ്റ്, അവന്റെ വീഡിയോ
പച്ചയൻ ലിയാഖത്ത് അലിയുടെ ഉമ്മയുടെ ലൈംഗിക അവയവത്തിന്റെ പേര് പറഞ്ഞ് പച്ചയ്ക്ക് വീഡിയോ ചെയ്തത് പോലും ലിയാഖത്ത് അലി കണ്ടന്റ് ആക്കി ഉപയോഗിച്ചുകൊണ്ട് പിന്നെ എന്താ പറയാ വീഡിയോ ചെയ്തു. ലിയാഖത്ത് അലിയുടെ ഭാര്യയെ കുറിച്ച് പറഞ്ഞപ്പോൾ ലിയാഖത്ത് അലിയുടെ ഭാര്യയെ കുറിച്ച് മാത്രം ലിയാഖത്ത് അലി മറച്ചു വെച്ചുകൊണ്ട് ലിയാഖത്ത് അലിയുടെ ഭാര്യയുടെ ലൈംഗിക അവയവത്തിന്റെ പേര് പറഞ്ഞ് തെറി പറഞ്ഞത് ലിയാഖത്ത് അലി മറച്ചു വെച്ചിട്ട് തിരിച്ചവനെ തെറി പറഞ്ഞു. സംഭവം ഉള്ളതല്ലേ? നിങ്ങളുടെ പ്രവർത്തനം പറഞ്ഞതാണ്. അതാണ് നുണയാണ്. എന്റെ ഉമ്മയെ കുറിച്ച് തെറി പറഞ്ഞവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് താങ്കളുടെ ഉൾപ്പെടെയുള്ള പിന്തുണയോടുകൂടി നടന്ന ആക്ടിവിറ്റിക്ക് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. എന്നെ നോക്കൂ, ഞാൻ എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുത്ത് തന്നെ കൈകാര്യം ചെയ്യാറുള്ളൂ. അപ്പൊ അവിടെ നിൽക്കാൻ നിങ്ങൾ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള വിഫല ശ്രമത്തിലേക്ക് പോകരുത്. വിഫല ശ്രമമാണ്. നിങ്ങൾ എന്നെ കുറിച്ച് എന്നെ ഭയപ്പെടുത്തുന്ന പരിപാടിയൊന്നും എനിക്കില്ല സുഹൃത്തെ. അങ്ങനത്തെ പരിപാടികളൊന്നും എനിക്കില്ല. എന്നെ സംബന്ധിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുന്നത് പറയാം. നേരിടാൻ പോകുന്നതേ ഉള്ളൂ, അനുഭവിക്കാൻ മാത്രമേ ഉള്ളൂ. അത് സംഭവമല്ലേ, സിമ്പിൾ അല്ലേ? ലിയാഖത്ത് അലിക്ക് എന്നെ ഭയപ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾ അതിനുവേണ്ടി സമയം എനിക്ക് നിങ്ങളെ ഭയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾ ആരാന്ന് എനിക്കറിയാം. അപ്പൊ ഇസ്ലാമിന് എന്റെ ഉമ്മയെയും എന്റെ വീട്ടിലുള്ളവരെയും ഒക്കെ ചീത്ത വിളിക്കുന്നത് ഞാൻ നടത്തുന്ന മതവിമർശനത്തിന് ആശയപരമായി നേരിടാൻ കഴിയാത്ത ഭീരുത്വം കൊണ്ടാണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കേൾക്കൂ. ഇത്രയും കാലം ഞാൻ നടത്തിയിട്ടുള്ള മതവിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ഇതുവരെ സംഘടിതമായി ഒരു പ്രവർത്തനം നടത്താത്ത ഒരു സമുദായം, അതിന്റെ സമുദായത്തിൽ നിന്നുള്ള ഒരു അംശം ആളുകൾ എനിക്കെതിരെ കഴിഞ്ഞ 2.5 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് പ്രവർത്തനമാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. അത് ഒറ്റയ്ക്കും തെറ്റക്കും ചെറിയ സംഘങ്ങളായി നടത്തുന്നതിന് പകരം ഇപ്പോൾ അതിന്റെ എല്ലാ സീമകളും നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂ സുഹൃത്തെ, പറയുന്നത് നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഓരോരോ ചോദ്യം. ലിയാഖത്ത് എന്ന് പറയുന്ന വ്യക്തി വളരെ മോശം വ്യക്തിയാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി മറുപടി തരാൻ ലിയാഖത്ത് അലി ആരാണ്? എങ്ങനെ? ഞാൻ ചോദിച്ചാൽ മറുപടി തരണ്ട അല്ലെ നിങ്ങള്? അല്ല, ലിയാഖത്ത് അലിക്കെതിരെ ലിയാഖത്ത് അലി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവിടുത്തെ മുസ്ലിം സമുദായം ഇതുവരെ സംഘടിതമായോ അല്ലെ ഒറ്റയായോ മറുപടി തരുന്നില്ല. അങ്ങനെ മറുപടി തരാൻ ലിയാഖത്ത് അലി ആരാണ്? ആരുമല്ല. പറഞ്ഞുതരാം. കേട്ടോ. അങ്ങനെ മറുപടി തന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചു. ഓക്കെ, വളരെ നല്ല. ആവശ്യമില്ല. സമ്മതിച്ചു. നിങ്ങൾ പറഞ്ഞ സമ്മതിച്ചു. അതേ സമയത്ത് ലിയാഖത്തിനെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി, ലിയാഖത്തിനെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇവിടെ മതസ്പർദ്ധ, എനിക്കെതിരെ മുസ്ലിങ്ങളായിട്ടുള്ള ഒരു വിഭാഗം ആളുകളെ വൈകാരികമായി ഇളക്കിവിട്ട് എനിക്കെതിരെ ഒരു അക്രമം പ്രവർത്തിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് നടക്കുന്ന പ്രവർത്തനത്തിൽ അതിൽ ഏജൻസി പണി വരെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് മറുപടി പറയണം. ഞാൻ ഓരോന്നായിട്ട് ചോദിക്കാം. അതിനു മുൻപ് ആ പ്രവർത്തനവുമായി നടക്കുന്ന വ്യക്തി നിങ്ങളുടെ പിന്തുണയുൾപ്പെടെയുള്ളവർ പിന്തുണച്ചുകൊണ്ട് പ്രവർത്തനത്തിൽ ഇതുവരെ പറഞ്ഞ നുണകളെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഇല്ലേ? ലിയാഖത്ത് അലി ചോദിച്ച ചോദ്യത്തിന് ഓരോരുത്തരും മറുപടി പറഞ്ഞാൽ പോവാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് അതന്നെ ഓരോന്നിനും നിങ്ങൾ പറയുന്നതാണ്. നിങ്ങൾ ഇപ്പൊ എനിക്കെതിരെ മറുപടി പറയാൻ മുസ്ലിം സമൂഹത്തിന് ബാധ്യതയില്ല, പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അതേ സമയത്ത് എന്നെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി നിങ്ങൾ സംഘടിതമായി പ്രവർത്തിക്കുമ്പോൾ നാളിതുവരെ നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞ നുണകൾക്ക് എന്തൊക്കെയാണ് ആ നുണകൾ എന്നത് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഇല്ലേ? അപ്പൊ അതിനുള്ള മറുപടി പറയാം. പറഞ്ഞോളൂ. ഈ മുസ്ലിം സമുദായത്തിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു നേതൃത്വമുണ്ട്. മുസ്ലിം സമുദായത്തിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം അവരുടെ പ്രവാചകരെയും അവരുടെ ദൈവത്തെയും ഒക്കെ നിരന്തരം അപകീർത്തിപ്പെടുത്തുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അവർക്ക് വല്ലാത്തൊരു വികാരമുണ്ടായി അവരേതെങ്കിലും രീതിയിൽ നിങ്ങളെ മോശപ്പെടുത്തുകയോ നിങ്ങളെ തെറി വിളിക്കുകയോ അതല്ലെങ്കിൽ അവർ കുറച്ചുപേര് ഒരു ഗ്രൂപ്പ് ആയിക്കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുകയൊക്കെ ചെയ്താൽ അത് നിങ്ങളെ പരിഗണിക്കേണ്ടതില്ല, നിങ്ങളെ അവഗണിക്കേണ്ടതാണ്, നിങ്ങളൊരു കീടമാണ് എന്ന പൊതു നിലപാടെടുത്തിരിക്കുന്ന മുസ്ലിം സമുദായത്തിന് ഉത്തരവാദിത്തമില്ല അവരുടെ കാര്യത്തിൽ. മനസ്സിലായോ? ഒരു മിനിറ്റ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ലിയാഖത്തിനെതിരെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ ബ്ലെയിം ചെയ്യുകയും ആക്രമിക്കുകയും ഈ സൈബർ അറ്റാക്ക് നടത്തുകയും വ്യക്തിഹത്യ ചെയ്യുകയൊക്കെ നടത്തുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘം എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിം പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കൂട്ടം ആളുകളല്ല, അതിന്റെ ഒരു ഫ്രാക്ഷൻ, അതായത് അതിൽ നിന്ന് തെന്നി മാറി നിൽക്കുന്ന ഒരു എക്സ്ട്രീമിസ്റ്റ് സംഘമാണ്. പൊതുവായ തീരുമാനത്തിന്റെ ഭാഗമല്ല എന്ന് പറയുന്നത്. ഈ സംഘടനയുടെ പ്രചോദനം എന്താണ്? എന്താണ്? ആരാണ് ഇതിന്റെ പിന്നിൽ? ഓക്കെ, ലിയാഖത്ത് അലിയെ നാളെ ഞാനും ലിയാഖത്ത് അലിക്കെതിരെ വ്യക്തിപരമായ ഒരു ആക്ഷേപം തുടരുകയോ അല്ലെ ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്നത് വെച്ചിട്ട് നാളെ ഒരു കണ്ടന്റ് ആക്കി ഞാൻ വീഡിയോ ചെയ്താലും ഞാൻ എടുക്കുന്ന ഈ തീരുമാനം പൊതുവായ മുസ്ലിം സമുദായത്തിന്റെ തീരുമാനത്തിന് വിരുദ്ധമാണ്.
അതാണ്. പിന്നെ ആ ചോദ്യം കറക്റ്റാണ്. പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ആരാണ്? ഈ സംഘടന, ഈ സംഘം ഇതിന് പിന്നിൽ ആരാണ്? പറയട്ടെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ നിങ്ങളുടെ സഹോദരനോട് പറഞ്ഞ അതേ പറയൂ. നിങ്ങൾക്ക് ആർജം ഉണ്ടെങ്കിൽ പറയൂ. ലിയാഖത്തലിയുടെ മുമ്പിൽ മുസ്ലിം പൊതുസമൂഹത്തിന്റെ പ്രതിനിധികളല്ല നിങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളത് മുസ്ലിം പൊതുസമൂഹം അംഗീകരിക്കാത്ത തീവ്രവാദികളായിട്ടുള്ള ആളുകളാണോ നിങ്ങൾ? അല്ല, നിങ്ങൾ അങ്ങോട്ട് എത്തിക്കോളൂ. അല്ല, മുസ്ലിം പൊതുസമൂഹം അവഗണിക്കുന്ന എന്നെ തെറി പറഞ്ഞും ആക്രമിച്ചും ഇവിടെ സോഷ്യൽ മീഡിയയിൽ വ്യക്തിഹത്യ ചെയ്തും ഒതുക്കാൻ വേണ്ടി സംഘടിതമായി പ്രവർത്തിക്കുന്ന നിങ്ങൾ ആരാണ്? പറയൂ. നിങ്ങൾ ചോദ്യത്തിൽ അല്ല, എന്നോടുള്ള ചോദ്യത്തിലേ ഞാൻ മറുപടി പറയുള്ളൂ. കാരണം ഞാൻ ഇതുവരെ ആരിഫ് ഹുസൈൻ, പറയട്ടെ സുഹൃത്തെ, നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടോ ആരിഫ് ഹുസൈന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടോ ജാമിദുകളൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും മുഹമ്മദ് നബി സ്വന്തം നിലക്ക് തെറി പറയാറുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾ മറുപടി പറയുന്നില്ല. അതിനുള്ള ആർജവം നിങ്ങൾ കാണിക്കുന്നില്ല. എങ്കിലേ അതിനുള്ള നിങ്ങൾക്ക് എന്നെ മറുപടി തടസ്സപ്പെടുത്തിയിട്ട് നാളെ നിങ്ങൾ മറുപടി പറയുന്നില്ല. വീഡിയോ ചെയ്യണം. ഞാൻ മിണ്ടാതിരിക്കാം. വിഷയത്തിൽ മറുപടി പറയൂ. നിങ്ങൾ ആരാണ്? പറയൂ. നിങ്ങൾക്ക് ആർജവം മുസ്ലിം പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളല്ല നിങ്ങളെങ്കിൽ പിന്നെ ആരാണ്? ഞാൻ ആ മറുപടി പറയാൻ നിങ്ങൾ സമ്മതിക്കില്ല. ആരൊക്കെയാണ് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ? പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്? പേര് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ആരാണെന്ന ചോദ്യത്തിന് എന്റെ പേര് ഹസൻ എന്നാണ്. നിങ്ങളുടെ ഈ ഗ്രൂപ്പ് ആശയപരമായി യോജിച്ച് നിൽക്കുന്ന എന്ത് പ്രതലത്തിലാണ്? പറയൂ. മുസ്ലിം പൊതുസമൂഹത്തിന്റെ ഭാഗമല്ല നിങ്ങൾ. പറയട്ടെ, നിങ്ങളൊന്ന് കുറച്ചേരൊന്ന് വായടക്കൂലിയാക്കട്ടെ. നിങ്ങൾ അവസാനം നിങ്ങൾ ചോദിച്ചു നിങ്ങൾ ആരാണ്, അതിനുള്ള മറുപടി പറയട്ടെ. ഞാൻ ഇതുവരെ നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വ്യക്തിപരമായിട്ടല്ല ചോദിച്ചത്. ഒരു വീഡിയോ പറയട്ടെ, നിങ്ങൾ എന്നോട് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ മുസ്ലിം പൊതുസമൂഹത്തിന് മാന്യമായി അന്തസ്സായി സംസാരിക്കുന്ന ആളുകൾ എന്റെ വീഡിയോകൾക്ക് സാധാരണഗതിയിൽ മറുപടി പറയാറില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്നോട് ആ രീതിയിൽ മറുപടി പറയണമെങ്കിൽ ആശയപരമായി മറുപടി പറയണം. അതിന് കഴിയാത്തത് കൊണ്ടാണ് ഏതെങ്കിലും സെപ്റ്റി ടാങ്കുകളിൽ അഭയം പ്രാപിക്കുന്നത്. നിങ്ങളെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിവുണ്ടായിരുന്നില്ല. പിന്നെ ഈ അറിവില്ലാത്ത എന്നെ കുറിച്ച് വ്യക്തിഹത്യ ചെയ്യുന്ന ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കുകയും അതിൽ നുണകൾ പടച്ചുവിടുമ്പോൾ അതിന് പ്രചോദനം നൽകുകയും അതിന് പിന്നെ പിന്തുണ നൽകുകയും ചെയ്യുന്നതിന്റെ ലോജിക്ക് എന്താണ്? പറയൂ. നിങ്ങൾക്ക് നുണ പറയാൻ അനുവദനീയമാണ്. വായടക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾ നുണ പറയുമ്പോൾ പുറമെ അല്ല, ലിയാഖത്ത് ഒരു ചോദ്യത്തിന് പുറമെ നിങ്ങൾ ഒരു ചോദ്യവും മറുപടി പറയുന്നില്ല. ഒരേ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് മാറി നിന്നുകൊണ്ട് UAE-യിലും സൗദി അറേബ്യയിലും ഖത്തറിലും കുവൈത്തിലും ഇരുന്നുകൊണ്ട് ഇവിടെയുള്ള സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ആളുകൾക്കെതിരെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി ആളുകളെ നിങ്ങൾ നിശബ്ദനായാൽ നിങ്ങൾ ഉത്തരം പറയാൻ ധൈര്യമില്ല എന്നാണ് അർത്ഥം. നിങ്ങൾ നിശബ്ദനാവേണ്ട കാര്യമില്ല. ചോദ്യത്തിന് മറുപടി പറയും. നിങ്ങളെക്കാൾ ഉച്ചത്തിൽ ശബ്ദം ഉയർത്താൻ കഴിവുണ്ട്. ഇതൊരു അതുകൊണ്ട് കാര്യമില്ല. ശബ്ദത്തിന് അർത്ഥം വേണം. നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് അർത്ഥം വേണം. മറുപടി പറയാൻ തയ്യാറാവുമ്പോൾ മറുപടി പറയാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? ഞാൻ ചോദിച്ചത് നിങ്ങൾ വ്യക്തിപരമായി ആരാണ് എന്നല്ല ഞാൻ ചോദിച്ചത്. ചോദ്യം ക്ലിയർ ആക്കാം. നിങ്ങൾ ചോദ്യം മനസ്സിലാവാത്തോണ്ടാണെങ്കിൽ ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കുന്നു. ഞാൻ ചോദിച്ചത് മനസ്സിലാവാത്തത് കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണെങ്കിൽ മറുപടി പറയാനാണ് ഞാൻ കേൾക്കാം. ഞാൻ അതിന് സമയം തരാം. നിങ്ങൾക്ക് സമയം വെച്ച് തന്നെ നിങ്ങൾക്ക് സംസാരിക്കാം. ഞാൻ ചോദിച്ചത് നിങ്ങൾ വ്യക്തിപരമായിട്ട്, നിങ്ങൾ ആസ് ആൻ ഇൻഡിവിജ്വൽ ആരാണ് എന്നല്ല. മുസ്ലിം സമൂഹത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരല്ല ഇപ്പൊ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയുടെയും ഈ സംഘത്തിന്റെയും പിന്നിൽ എന്ന് നിങ്ങൾ പറയുമ്പോൾ, അത് അതിന്റെ ഭാഗമല്ല, അവരുടെ അറിവോടെ അല്ല നിങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു വ്യക്തി എന്ന നിലയിൽ ആരാണ് എന്നല്ല അർത്ഥം. നിങ്ങൾ ഈ സംഘം ആരാണ്, നിങ്ങളെ ഒന്നിപ്പിക്കുന്ന ആശയം എന്താണെന്നാണ് ചോദ്യം. ഈ ചോദ്യം എനിക്ക് മനസ്സിലായതാണ്. ദയവ് ഇതിന് 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് 1 മിനിറ്റോ 1.5 മിനിറ്റോ എടുത്തിട്ട് നിങ്ങൾ മറുപടി. ഈ പറയപ്പെടുന്ന പോലെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് നിങ്ങൾ ആരാണ്, അതിലേക്ക് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് എന്നോടായതുകൊണ്ട് ഈ സമയം വരെ നിങ്ങളെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ശൈലിയല്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല. പക്ഷേ നിങ്ങൾ ഇസ്ലാമിനെതിരെ നടത്തുന്ന ഈ പറയപ്പെട്ട രീതിയിൽ, മതത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങളെയും തുറന്നു കാണിക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ലിയാഖത്ത് അലി എന്നെ തേടി വന്നതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ കുറച്ച് എളുപ്പമായി. പിന്നെ ഞങ്ങളൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞു,
ഈ പറയപ്പെട്ട രീതിയിൽ ദീനിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കാണുമ്പോൾ ദീനിനോട് സ്നേഹമുള്ളവർ അതല്ലെങ്കിൽ പല വിധത്തിൽ ഞാൻ നേരത്തെ കോതകുറിശിയിലുള്ള ആ സഹോദരന്റെ അനുഭവം പറഞ്ഞതുപോലെ പല രീതിയിൽ മുസ്ലിം സമുദായത്തെ മറ്റുള്ളവർക്ക് വേട്ടയാടാൻ ഒറ്റിക്കൊടുക്കുകയും എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന രീതിയിൽ മുമ്പ് മതത്തിൽ ഉണ്ടായിരുന്നതിന്റെ ആ ഒരു പങ്ക് ആ ഒരു പങ്കിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ആ ഒരു തണലിൽ നിന്നുകൊണ്ട് നിങ്ങളെപ്പോലുള്ളവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കുറെ പേർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. അത് കാണുമ്പോൾ മുസ്ലിങ്ങളുടെ പൊതുവായ തീരുമാനം, പണ്ഡിത സഭ അടക്കമുള്ള തീരുമാനം, നിങ്ങളെപ്പോലുള്ളവരെ പരിഗണിക്കേണ്ടതേയില്ല. അവരൊക്കെ ഈ എന്താ പറയാ നമ്മളൊരു ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ തെറിച്ചു പോകുന്ന പോലെ തെറിച്ചു പോയ ആളുകളാണ്. അവരെ മുഖവിലേക്ക് എടുക്കേണ്ടതേ ഇല്ല എന്നുള്ളത് പൊതുവായ തീരുമാനമാണ്. പോലും പറയാൻ നിങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ടാണ്. അത്രയും മാന്യനാണ് താങ്കൾ. ആവശ്യമില്ലല്ലോ. അത്രത്തോളം ഒരു മനുഷ്യനെ മോശമാക്കുന്നതിനോട് നിങ്ങളുടെ മാന്യത അപ്രീഷിയേറ്റ് ചെയ്യാണ്. അത്രത്തോളം ഒരു മനുഷ്യനെ മോശമാക്കേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, അപ്പൊ നമ്മൾ നിലത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ തെറിച്ചു പോയതുപോലെ പോയവരാണ്, അവരവരുടെ പാട് നോക്കി പോയിക്കോട്ടെ. പക്ഷേ അവരങ്ങനെ പോകാതെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ പുതിയ കാലത്തെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു മാർഗമാണെന്നും ഇതിലൂടെ കൂടുതൽ തീവ്രമായ ചിന്താഗതികൾ പുലർത്താമെന്നും ഒക്കെ മനസ്സിലാക്കി നിങ്ങളെപ്പോലെ ഉള്ളവർ ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് ആ പണ്ഡിതന്മാരൊക്കെ അങ്ങനെ പലതും പറയും, നമുക്കത് കേൾക്കാനൊന്നും സമയമില്ല, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് മറുപടി പറഞ്ഞേ മതിയാവൂ എന്ന രീതിയിൽ കുറെ പേർ സംഘടിച്ചിട്ടുണ്ടാവാം. പ്രതിരോധിക്കാൻ വേണ്ടി തീരുമാനിച്ച ചില സഹോദരങ്ങൾ അല്ലേ? അല്ല, അവർക്ക് പ്രതിരോധം അപരാധമല്ല എന്ന് നിശ്ചയിച്ചിട്ടുള്ള ചില ഉത്തരം പറഞ്ഞു തീർന്നിട്ടില്ല. ഉത്തരം പറഞ്ഞു തീർന്നിട്ടില്ല. അവരുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിന്റെ ഭാഗമായി ചിലപ്പോൾ അവർ നിങ്ങളെ തെറി വിളിച്ചെന്നിരിക്കും. കാരണം നിങ്ങൾ തിരിച്ച് തെറി വിളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭാഷണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത്തരം വാക്കുകളൊക്കെ മാന്യമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതിൽ കവിഞ്ഞ് അവരുടെ ഉദ്ദേശശുദ്ധി നല്ലതായി കണ്ടുകൊണ്ട് അവരെടുക്കുന്ന എഫേർട്ടിനെ ഞങ്ങൾ അംഗീകരിക്കും. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ മാത്രം വ്യക്തത ചോദിക്കണേ, നിങ്ങളെ മറുപടിയിൽ മാത്രം കേട്ടോ, വേറെ കൂടുതലൊന്നും നിങ്ങളോട് അധികം ചോദിക്കാനില്ല. ഒന്ന്, ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ മുസ്ലിം സമൂഹം എന്നെ പോലെയുള്ള ആളുകളെ മുള്ളിയപ്പ് തെറിച്ച തുള്ളികളായിട്ട്, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ തെറിച്ചു പോകുന്ന ചെറിയ തുള്ളികളായിട്ട് കണ്ട് അവഗണിക്കാൻ തീരുമാനിച്ചപ്പോ അതിനെതിരെ പ്രതികരിക്കണമെന്ന് തീരുമാനിച്ച ഒരു ഗ്രൂപ്പിനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. വളരെ നല്ല കാര്യം. ആ ഗ്രൂപ്പിനെ കുറിച്ച് എനിക്ക് ധാരണയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയുമോ എന്ന് അറിയാനായിരുന്നു. ഞാൻ പറയാം. ഞാൻ ജനിച്ചു വളർന്ന വീട് ഏതാണ് നിങ്ങൾക്ക് ഇപ്പൊ അനിയനോടൊക്കെ സംസാരിച്ചോ മനസ്സിലായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ആയിക്കോട്ടെ. അല്ല, അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നിങ്ങൾ എപ്പോഴും. ആയിക്കോട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, അതേ സമയത്ത് നിങ്ങൾ ഒരു ചാനൽ, യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ അല്ലെ, ഡെയിലി ഡാഷ് എന്ന് പറയുന്ന ഒരു ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കരുനാഗപ്പള്ളിക്കാരനായിട്ടുള്ള ഹസൻ എന്ന് പറയുന്ന ആള്, ഹസൻ എന്താ ഹസൻ എന്ന് പറയുന്ന താങ്കൾ എന്നെ കുറിച്ച് വീഡിയോ ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ കുറിച്ച് മോശമായിട്ടോ വ്യക്തിപരമായിട്ടോ ആക്രമിക്കാത്തത്, അത് നിങ്ങളുടെ ശൈലിയല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ശരിയല്ലേ? അതെ, വീഡിയോ ചെയ്യാത്തത് നിങ്ങളെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല, പഠിച്ചോണ്ടിരിക്കുകയാണ്. അറിയാത്തത് കൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ ചെയ്യാത്തതും അധിക്ഷേപിക്കാത്തതും തെറി വിളിക്കാത്തതും അത് നിങ്ങളുടെ ശൈലി അല്ലാത്തത് കൊണ്ടാണ് അല്ലേ? അതെ. വെരി ഗുഡ്. അപ്പോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട്, ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ പക്ഷെ പകൽമാന്യന്മാരായതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ മനസ്സിലാത്തവർ ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ തേടി പിടിച്ച് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സകല കാര്യങ്ങളും ചെയ്യാൻ ആശയപരമായി നേരിടാൻ വയ്യ, അപ്പൊ വ്യക്തിഹത്യ ചെയ്തു കളയാം, നാറ്റിച്ചു കളയാം, സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരു കോലത്തിൽ ആ കുടുംബത്തെ അധിക്ഷേപിച്ച് വീട്ടിലുള്ളവരെ, സ്ത്രീകളെയും ഉമ്മേനെയും മക്കളെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിൻവാങ്ങിക്കോളും എന്ന ഒരു മണ്ടൻ ബുദ്ധി ആരോ ഉപദേശിച്ചതിന്റെയോ അല്ലെങ്കിൽ സംഘടിതമായിട്ട് ആലോചിച്ചെടുത്തതിന്റെ പേരിൽ അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാളെ തേടി പിടിച്ച് കാണുകയും അവരെ നിങ്ങൾ എന്താ പറയാ പർച്ചേസ് ചെയ്യുകയും ചെയ്തു എന്ന് ഞാൻ സംശയിച്ചാലേ തെറ്റു പറയാൻ പറ്റുമോ? നിങ്ങൾ സംശയിക്കാൻ അയ്യോ ലിയാഖത്തലി അങ്ങനെ സംശയിക്കല്ലേ, ഞാൻ അതിലില്ലേ എന്ന് പറഞ്ഞ് എന്റെ നിരപരാധിത്വം നിങ്ങളുടെ മുമ്പ് തെളിയിക്കേണ്ട ആവശ്യം എനിക്ക്. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചാലും വളരെ സത്യസന്ധനാണ് നിങ്ങൾ, വളരെ സത്യസന്ധനാണ്. ഞാൻ വിശ്വസിക്കുന്ന കാര്യമല്ല, അങ്ങനെ ഞാൻ സംശയിച്ചാൽ സമീപിച്ചത് പോലും ഞാൻ ഫണ്ട് ചെയ്യുന്ന ഒരു ഏജൻസിയുടെ തലവനാണെന്ന് പറഞ്ഞിട്ടാണ്. അതോടെ എനിക്ക് മനസ്സിലായി ലിയാഖത്തലി എന്നെ കുറിച്ച് എന്താ മനസ്സിലാക്കിയേക്കുന്നത്. ഞാൻ നിങ്ങളെ കുറിച്ച് എന്താ മനസ്സിലാക്കിയതെന്ന് സമൂഹം താമസിയാതെ മനസ്സിലാക്കും, അതിൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് എല്ലാരെ കുറിച്ച് മനസ്സിലാവും. അപ്പോ അതേ സമയത്ത് മതസമൂഹം പൊതുവിൽ അവഗണിക്കാൻ തീരുമാനിച്ച ഒരു സംഘത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നുണകൾ അസഭ്യവും നുണയും തെറിയും
വീട്ടിലിരിക്കുന്ന വിശ്വാസികളായിട്ടുള്ള 90 കഴിഞ്ഞ ഉമ്മയെ വരെ അധിക്ഷേപിച്ചുകൊണ്ട് തെറി പറഞ്ഞ് മനസ്സ് തകർത്തി. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ പറഞ്ഞ വാക്കാണ്, നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് നിഷേധിക്കാം. നിങ്ങൾ എന്നെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഈ സംഘം, ആ സംഘത്തിന്റെ കോളാമ്പിയായി നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കക്കൂസ് വായ കൊണ്ട് നാളിതുവരെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ പിന്തുണയോടുകൂടി പുറത്തുവിട്ട നുണകളെ കുറിച്ച് ഏകദേശ ധാരണയുണ്ട്. ഒരു 3-4 നുണകളെ കുറിച്ച് നിങ്ങളോട് ചോദിക്കാനുണ്ട്. അവിടെ നിൽക്കൂ. അപ്പോ അങ്ങനെ ആരെങ്കിലും ചെയ്യുമ്പോൾ അതിനെ ഞങ്ങൾ തെറ്റു പറയുന്നില്ല, അതിനെ ഞങ്ങൾ പിന്തുണക്കും. ഇതല്ല നിങ്ങളുടെ വാദം? തീർച്ചയായും. അവർ പറഞ്ഞ തെറികൾ ഒഴിവാക്കിയാൽ അവരുടെ പ്രവർത്തനം, അവർ പറഞ്ഞ തെറികൾ ഒഴിവാക്കിയാൽ എന്നാണ്. നുണകളോ? അങ്ങനെ ലിയാഖത്ത് അലി പറഞ്ഞ നുണകളോ? തെറികൾ ഒഴിവാക്കുന്നു. നുണകളോ? ലിയാഖത്ത് അലി പറഞ്ഞ അത്ര നുണകളോ? അവർ പറയുന്ന നുണകൾ ഒഴിവാക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ലിയാഖത്ത് അലി നുണയുടെ കൂമ്പാരം വെച്ച് വെക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു നുണ നിങ്ങൾക്ക് തെളിയിക്കാനുള്ള അവസരം. ഞാൻ പറഞ്ഞ ഒരു നുണ തെളിയിക്കാനുള്ള അവസരം. അല്ലെ, ഞാൻ ഈ വിഷയത്തിൽ ലിയാഖത്ത് അലി ഞാൻ പറഞ്ഞ ഒരു നുണ, ഞാൻ പറഞ്ഞ നുണകളുടെ അത്രയും വരില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു നുണ വിളിക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യം സംസാരിക്കും. ഇപ്പൊ ലിയാഖത്ത് അലി ഞാൻ പറഞ്ഞ ഒരു നുണ നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റും? ഒരു വിഷയത്തിൽ പറയാൻ ഞാൻ താല്പര്യം, കാരണം എനിക്ക് ആ വിഷയം ലിയാഖത്ത് അലിയായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. വെരി ഗുഡ്, യു ആർ കറക്റ്റ് പാത്തിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ നിങ്ങൾ ഈ ഏർപ്പാടാക്കിയ സംഘത്തിന്റെ അറിവോടുകൂടി ലിയാഖത്ത് അലി എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിക്കുകയും വെയിറ്റ് നിങ്ങൾ ഇപ്പൊ തന്നെ തുള്ളല്ലേ? ഒന്നാമത്തെ ചെറുതാണ് 2-3 ഉദാഹരണങ്ങൾ ചോദിക്കാനുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നുണ പറയാറില്ല, തെളിവുണ്ട്. ഇതൊക്കെ നാളെ നിയമത്തിന്റെ മുമ്പിൽ തെളിയിക്കപ്പെടേണ്ട സാധനങ്ങളാണ്. ലിയാഖത്ത് അലിക്കെതിരെ വ്യക്തിഹത്യ ചെയ്യാൻ ഞാൻ ഫണ്ട് കൊടുക്കുന്ന ഒരു സംഘത്തിന്റെ തലവനാണെന്നും അതൊക്കെ നമുക്കറിയാം. നിങ്ങൾ ആ സംഘത്തിന്റെ ആരാണെന്നും ആ സംഘത്തിൽ നിങ്ങളുടെ റോൾ എന്താണെന്നും ആ സംഘത്തിൽ വേറെ ആരൊക്കെ ഉണ്ടെന്നും അവർ എവിടെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും എവിടെയൊക്കെയാണ് ഇവർ കോഴിക്കോടും പാലക്കാടും യാത്ര ചെയ്യുമ്പോൾ ഇവരൊക്കെ എവിടെയാ താമസിക്കുന്നതെന്നും ആരൊക്കെയാണ് ഇവർക്ക് യാത്രാ സൗകര്യങ്ങളും എസ്കോർട്ടും പോകുന്നതെന്നും ആരൊക്കെയാണ് ഇവർക്ക് വേണ്ടി ഏജൻസി പണിയെടുത്ത് മറ്റുള്ളവരെ ഫോൺ ചെയ്യുന്നതെന്നും ഒക്കെ കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ വിളിച്ചത്. വെറുതെ എന്നോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പിന്തുണയ്ക്കുകയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും മുസ്ലിം സമൂഹം അവഗണിക്കണമെന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാനും തെറി പറയാനും നുണ പറയാനും ആ വ്യക്തിയെ സമൂഹത്തിന് മുമ്പിൽ അധിക്ഷേപിക്കാൻ വേണ്ടി എന്ത് നുണയും പറയാൻ ഒരു സംഘം ഒരാളെ ഏർപ്പാടാക്കുകയും അതിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയും ചെയ്യും എന്ന് നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? എന്തിനു ലജ്ജിക്കണം? ഒന്നിനും ലജ്ജിക്കണം. ലിയാഖത്ത് അലി മുസ്ലിം സമുദായത്തിനോട് ലിയാഖത്ത് അലി മുസ്ലിം സമുദായത്തിനോട് ചെയ്ത അക്രമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും മറ്റൊരു വിഭാഗത്തെ മുസ്ലിങ്ങൾക്കെതിരെ വഴിതിരിച്ചുവിടാൻ നടത്തുന്ന പച്ചയായിട്ടുള്ള ഒരാൾ പോരാടാൻ അതിനുള്ള ഏക പോംവഴിയാണ് ലിയാഖത്തിനെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി നുണപ്രചാരണം നടത്തുക, അതിനുവേണ്ടി തെറി പറയാൻ ഉറപ്പില്ലാത്ത ആളുകളെ ഇറക്കുക എന്നുള്ളത് അല്ലേ? ഇതൊക്കെ ലിയാഖത്തിലേക്ക് പറയാമല്ലോ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങൾ എനിക്കെതിരെ ഇന്ന് വരെ ഉന്നയിച്ച ഒരു ശരിയായ ആരോപണം പറയാമോ? എന്നെ സമൂഹത്തിന് മുമ്പിൽ മോശക്കാരനാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ശരി പറയാം, ഒരെണ്ണം. അല്ല, ലിയാഖത്ത് അലി, ഞാൻ ആദ്യമേ പറഞ്ഞു, ലിയാഖത്ത് അലിയുടെ ഉമ്മയുടെ ലൈംഗിക അവയവത്തിന്റെ പേര് പറഞ്ഞ് ലിയാഖത്ത് അലിയുടെ ഉമ്മയെ ആക്ഷേപിച്ചപ്പോൾ കള്ളക്കണ്ണീർ നിങ്ങളുടെ സഹോദരൻ പറഞ്ഞതാ, കപട കണ്ണുനീർ ഒഴുക്കിയ ആളാണ് ലിയാഖത്ത് അലി. എന്നിട്ട് അവൻ ആ വീഡിയോ എടുത്ത് ചെയ്തിട്ട് കണ്ടോ, ഇതാണ് മുസ്ലിങ്ങളുടെ സ്വഭാവം, എന്റെ ഉമ്മയെ എന്ന് പറഞ്ഞു. മുസ്ലിം ഇസ്ലാമിന് വേണ്ടിയാണോ? അല്ല, അത് പറഞ്ഞത് മുസ്ലിമാണോ ഇസ്ലാമിന് വേണ്ടിയാണോ? മറുപടി പറയാത്ത അത് പറഞ്ഞവൻ മുസ്ലിമാണോ ഇസ്ലാമിന് വേണ്ടി പറഞ്ഞതാണോ? മുസ്ലിങ്ങളായിരിക്കും അത് പറഞ്ഞവൻ മുസ്ലിമാണോ ഇസ്ലാമിന് വേണ്ടി പറഞ്ഞതാണോ? പറ. മുസ്ലിങ്ങളായിരിക്കും പറഞ്ഞത്, അത് ഇസ്ലാമിന് വേണ്ടിയിട്ടല്ല. ഒരു മിനിറ്റ്. നിങ്ങൾ ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളൊരു തെറി കക്കൂസിനെ ഇറക്കിയിട്ട് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പുറത്ത് ഇസ്ലാമിന് വേണ്ടിയാണോ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണോ? നിങ്ങൾ ഇസ്ലാമിന് വേണ്ടിയാണോ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണോ? എന്റെ ഉമ്മാനെ തെറി വിളിച്ച മറ്റേ ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമിന് വേണ്ടിയല്ല. നിങ്ങൾ മറ്റേ ഉസ്താദ് എന്റെ ഉമ്മാനെ തെറി വിളിച്ചത് ഇസ്ലാമിന് വേണ്ടിയല്ല നിങ്ങൾ പറയുമ്പോൾ എന്നെ തെറി വിളിക്കാൻ നിങ്ങൾ ഇറക്കി നിങ്ങൾ ഫണ്ട് ചെയ്യുന്ന ഈ കക്കൂസുവായ തെറി വിളിക്കുന്നത് ഇസ്ലാമിന് വേണ്ടിയാണോ? അല്ലേ? നീ മറുപടി പറ.
നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കക്കൂസ് ടാങ്ക് പ്രവർത്തിക്കുന്നത് ഇസ്ലാമിന് വേണ്ടിയാണോ അല്ലേ ഹസൻ? ഹസൻ ആർജവമുണ്ട് മറുപടി പറ. ആണോ അല്ലേ? ഇസ്ലാമിന് വേണ്ടിയാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലേ? നിങ്ങൾ ഇസ്ലാമിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് അല്ലേ? ഹസൻ മറുപടി പറയാ. മറുപടി പറയുന്നില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ പ്രവർത്തിപ്പിക്കുന്ന പ്രവർത്തനം, ഈ കക്കൂസ് മാലിന്യം കൊണ്ട് നിങ്ങൾ ഇപ്പൊ പ്രവർത്തിപ്പിക്കുന്ന ഈ പ്രവർത്തനം ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്നതാണോ അല്ലേ? ഇസ്ലാമിന് വേണ്ടിയാണോ അല്ലേ? പറയ് ഹസൻ. നേരത്തെ എന്റെ ഉമ്മാനെ തെറി വിളിച്ചവൻ ഇസ്ലാമിന് വേണ്ടി പറഞ്ഞതല്ല നിങ്ങൾ പറയുന്നു. നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന് വേണ്ടിയുള്ള പ്രവർത്തനമാണോ അല്ലേ? ഇസ്ലാമിന് വേണ്ടിയാണോ അല്ലേ? ഹസൻ പറയും. നിങ്ങൾ പിന്തുണക്കും എന്നാണ് പറഞ്ഞത്. നിങ്ങൾ പിന്തുണക്കും എന്നാണ് പറഞ്ഞത്. മറുപടി അർഹിക്കുന്നില്ല ലിയാഖത്തെ. നിങ്ങൾ മറുപടി അർഹിക്കുന്നില്ല. നിങ്ങൾ അർഹിക്കുന്നത് മറുപടിയല്ല ഹസൻ. ലിയാഖത്തിനെ നൊന്ത് പ്രസവിച്ച ഉമ്മയുടെ ലൈംഗിക അവയവം പറഞ്ഞവൻ ഒരു മുസ്ലിമാണ്. അവൻ ഇസ്ലാമിന് വേണ്ടിയാണ് പറഞ്ഞത്. അവൻ മുസ്ലിമാണ്, ഇസ്ലാമിന് വേണ്ടിയാണ് പറഞ്ഞത്. ഇസ്ലാമിന്റെ സംസ്കാരമാണ് അവൻ കാണിച്ചത്. മുസ്ലിമിന്റെ സംസ്കാരമാണ് അവൻ കാണിച്ചത്. ആദർശത്തെ, വിമർശനം കൊണ്ട് നേരിടാൻ കഴിയാത്തവർ കക്കൂസ് ടാങ്കുകൾ ഇറക്കി ആളുകളെ നിശബ്ദരാക്കാം എന്ന് ശ്രമിക്കുന്നവന്റെ അവസാനത്തെ ഭീരുവിന്റെ അവസാനത്തെ ആയുധമാണ് കക്കൂസ് മാലിന്യങ്ങൾ മനുഷ്യരുടെ നേരെ വലിച്ചെറിയാന്നുള്ളത്. മനസ്സിലായോ? തൂറി തോൽപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ പറയും. അതിന് ഫണ്ട് ചെയ്യുമെന്നാണ് ഹസൻ പറഞ്ഞത്. അതിന് പിന്തുണക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്നാണ് ഹസൻ പറഞ്ഞത്. ഹസൻ, നമുക്ക് നിയമത്തിന്റെ വഴിയിൽ നമ്മൾ ഇനിയും കാണേണ്ടി വരും. നിങ്ങൾ മറുപടി പറയാൻ തയ്യാറല്ല എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് മറുപടി പറയാൻ താല്പര്യമില്ല എന്നാണ്. മറുപടി പറയാൻ താല്പര്യമില്ലാത്തവരുടെ സംസാരം നിങ്ങൾ ആർജവൊക്കെ ഒഴുകിപ്പോയിരിക്കുന്നു. മറുപടി അർഹിക്കുന്നില്ല. അതെ, നിങ്ങളും മറുപടി അർഹിക്കുന്നില്ല. കക്കൂസ് മാലിന്യങ്ങളും അഴുക്ക് ചാലും അർഹിക്കുന്നത് മറുപടിയല്ല, അത് കൃത്യമായിട്ടുള്ള ഉന്മൂലനമാണ്. അതെങ്ങനെ നിങ്ങൾ കാണിച്ചത്? നിയമപരമായി എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ നിയമപരമായി കൈകാര്യം. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ തീവ്രവാദി എന്നാണ്. അതെ, തീവ്രവാദി ഗ്രൂപ്പാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്. മുസ്ലിം പൊതുസമൂഹത്തിന്റെ ഭാഗമല്ല എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. മുസ്ലിം പൊതുസമൂഹത്തിന്റെ ഭാഗമല്ല നിങ്ങളെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. മുസ്ലിം സമുദായത്തിന്റെ ഭാഗമല്ല നിങ്ങളെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. കപടന്മാരെ, ലിയാഖത്ത് പോലെയുള്ള കപട യുക്തിവാദികളെ ഒന്നെങ്കിൽ ലിയാഖത്ത് യുക്തിവാദി ഒരെണ്ണം പറയാ. ഹസൻ ആർജവമുണ്ടെങ്കിൽ ഹസനോട് 3 ചോദ്യം ചോദിച്ചപ്പോൾ ഹസൻ ഒഴിഞ്ഞു മാറി. എനിക്ക് ഉത്തരം അറിയാൻ താല്പര്യമില്ല. ലിയാഖത്ത് മറുപടി അറിയിക്കുന്നില്ല. ഇതാണ് ഹസന്റെ മറുപടി. ഞാൻ ലിയാഖത്തിനെ കുറിച്ച് പറഞ്ഞ നിങ്ങൾ ഇത്ര കാലം നിങ്ങളുടെ കക്കൂസ് വായ കൊണ്ട് പറയിപ്പിച്ച നുണകളിൽ ഒരെണ്ണം സ്ഥാപിക്കാൻ ഹസനെ ഞാൻ വെല്ലുവിളിക്കാണ്. നിങ്ങൾ പിന്തുണക്കുന്ന നുണകളിൽ ഒരെണ്ണം സത്യമാണെന്ന് തെളിയിക്കാൻ പറ്റും. ഹസൻ ആരാണ്? സ്വതക്കത്തുള്ള സഹോദരനോട് സംസാരിച്ച ഹസൻ ആരാണ്? ഈ ഹസൻ എന്ന് പറയുന്ന വ്യക്തി ഈ പറയപ്പെട്ട ഹസൻ ആരാണ് എന്ന് നമ്മളിപ്പോ നടത്തിയ സംഭാഷണത്തിൽ ധാരാളം കിട്ടിക്കഴിഞ്ഞു. ഹസൻ ആരാണെന്നും ഹസനെ പോലെയുള്ളവർ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു, അവർ മുസ്ലിം സമൂഹത്തിലെ പൊതുധാരയിലുള്ള ആളുകളല്ല എന്നും, അവർ ഒളിച്ചിരുന്ന് ദുബായിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ഒമാനിൽ നിന്നും ഖത്തറിൽ നിന്നും കുവൈത്തിൽ നിന്നും ഫണ്ട് ചെയ്തിട്ട് കക്കൂസ് മാലിന്യം ഇറക്കുന്നത് എന്തിനാണ് എന്നും നാളെ പൊതുസമൂഹം അറിയും. ഷഫീന ബീബിക്ക് ആരെങ്കിലും പണം കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത പേരുകളൊക്കെ പറഞ്ഞു നടക്കുന്നത്? ഞാൻ ഒരാളുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഹസനോടാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഹസൻ ഇറക്കിയ ആളാരാണ്? ഹസൻ പേര് പറയുന്നത് ഞാൻ ഉത്തരവാദിയല്ല. ഹസനാണ് പറയുന്നത്. ഹസനോട് ഞാൻ ചോദിക്കുന്നത് ഹസൻ പറഞ്ഞ കാര്യങ്ങളോടാണ്. എന്റെ അനിയനുമായി ഹസൻ നടത്തിയ സംഭാഷണത്തെ കുറിച്ചാണ് ഞാൻ ഹസനോട് സംസാരിച്ചത്. ലിയാഖത്ത് അലി, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ലിയാഖത്ത് അലി എന്ന വ്യക്തിയെ അയാളുടെ കപടമുഖം വലിച്ചു കീറി എന്റെ ഒരു കാപട്യം പറയാൻ നിനക്ക് നട്ടലുണ്ടെങ്കിൽ ഇപ്പൊ പറയാത്ത ഒരു കാപട്യം പറയാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു കാപട്യം നിങ്ങൾ ഇത്ര കാലം പറഞ്ഞതിൽ ഒരു നുണ ഹസൻ ഇവിടെ എന്റെ മുന്നിലാവർത്തിക്കോ മറ്റേതെങ്കിലും നിങ്ങളെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളെയോ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, നിങ്ങൾ പിന്തുണക്കുന്നു. പറയാനുള്ള അവകാശത്തിനൊപ്പം നിൽക്കും. സ്റ്റാൻഡ് വിത്ത് ഷഫീന നിയമവഴിയിൽ കാണാം. താങ്ക് യു. ലിയാഖത്ത് അലി എന്റെ മുമ്പിൽ അഭിനയിക്കുന്ന ഈ വ്യക്തിത്വം തന്നെ കപടമാണ്. നിങ്ങൾക്ക് ഷഫീന ബീബിക്ക് മറുപടി പറയാനില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അതിനെ തേടി വന്നത്. അത് നമുക്ക് നോക്കാം, കാണാം. ഓക്കെ, ഓക്കെ, ബൈ. ശരി, ബൈ.